പ്രണയം ക്യാൻറ്റീനിൽ ഒരു ടേബിളിലായി ഞങ്ങൾ സ്ഥാനം പിടിച്ചപ്പോൾ അർജുനും ഞങ്ങൾക്കൊപ്പം ഒരു കസേരയിലായി വന്നിരുന്നു. ഞങ്ങൾ ഓരോ ഫിൽറ്റർ കോഫി ഓർഡർ ചെയ്തു. എടുക്ക് മോനെ, സംഗതി എടുക്ക്. അക്കു ധൃതി കൂട്ടി. അവനോടായി പറഞ്ഞപ്പോൾ അവൻ ബാഗിൽ നിന്നും സെക്ഷൻ തിരിച്ചു വെച്ച പേപ്പറുകൾ ഞങ്ങൾ ഓരോരുത്തരുടെയും നേർക്ക് നീട്ടി. അതിലെ ഹാൻഡ് റൈറ്റിംഗ് കണ്ട ഞങ്ങളുടെ കണ്ണുകൾ വിടർന്നു. എങ്ങനുണ്ട്? അത്ഭുതത്തോടെ പേപ്പറിൽ നോക്കിയിരിക്കുന്ന ആദുവിനോട് അർജുൻ ഒരു പുരിക ഉയർത്തിക്കൊണ്ട് ചോദിച്ചു. വിശ്വസിക്കാൻ കഴിയുന്നില്ല, ഞാൻ എഴുതിയതുപോലെ തന്നെയുണ്ട്. ആദു പറയുന്നത് കേട്ട് അവൻ ഷർട്ടിന്റെ കോളർ സ്റ്റൈലിലൊന്ന് പൊക്കി. എടുക്ക് മങ്ങളെ, നീ പറഞ്ഞ ദുട്ടെടുക്ക്. അർജുൻ ഞങ്ങൾക്ക് നേരെ കൈനീട്ടിക്കൊണ്ട് പറഞ്ഞു. എന്നാലും മോനെ, അർജുനെ, ഈ ഒരാൾക്ക് 500 കുറച്ച് കൂടുതലല്ലേ? ഒരു 250 ആക്കട സക്കരെ. അക്കു അവനോട് കൊഞ്ചിക്കൊണ്ട് പറഞ്ഞു. ഇതേ ജീവൻ പണയം വെച്ചിട്ട് ഉറക്കളച്ചെഴുതിയതാ. ഇതാരുടേതാണെന്നറിയാലോ? വിശ്വാമിത്രനെങ്ങാനും അറിഞ്ഞാ നിങ്ങളെ മാത്രമല്ല എന്നെയാകും ആദ്യം ചവിട്ടി പുറത്താക്കുന്നത്. അർജുൻ നെഞ്ച് തടവി പറഞ്ഞപ്പോ സമ്മതിക്കാതെ ഞങ്ങൾക്ക് നിവർത്തിയില്ലായിരുന്നു. കണ്ട അന്നു മുതൽ അങ്ങേരുടെ ഈ ചൊറി സ്വഭാവം എനിക്കങ്ങോട്ട് പിടിക്കുന്നില്ല. അപ്പൊ പിന്നെ കഴിഞ്ഞ വർഷം മുഴുവനും അനുഭവിച്ച ഇവരുടെ അവസ്ഥ എന്താകും? ആദുവിന് ചിന്തിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. അപ്പോഴേക്കും അവളുമാർ പൈസ എടുത്ത് കൊടുത്തിരുന്നു. അത് കണ്ടിട്ട് ഞാനും എന്റെ പൈസ അവനെ ഏൽപ്പിച്ചു. പൈസ പോയ വിഷമമുണ്ടെങ്കിലും എല്ലാം എഴുതി എന്നുള്ള സമാധാനത്തിൽ ഞങ്ങൾ ക്ലാസ്സിലേക്ക് പോയി. ആദുവും വിശനും കോളേജിലും ഓഫീസിലുമായി പോയി. പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. ഈ വീട് കെട്ടിപ്പൊട്ടി തനിയെ ഇരിക്കുന്നത് മടുപ്പായിരുന്നു ആ നാട്ടിൻപുറത്തുകാരിക്ക്. സീത മുറ്റത്ത് പോട്ടുകളിലായി നട്ടുവച്ചിരിക്കുന്ന ചെടികളെ തൊട്ടും തലോടിയും പരിപാലിച്ചും ഒക്കെ ഇരിക്കുന്നതിന്റെ ഇടയിലാണ് പച്ചക്കറി വണ്ടി പോകുന്നതിന്റെ ശബ്ദം കേട്ടത്. ഉന്തുവണ്ടിയിലെ ചുവന്ന ചീരയുണ്ടായിരുന്നു. ആദൂന് വലിയ ഇഷ്ടമാണ് ചീര. സീത ഗേറ്റ് തുറന്ന് ഓടി ഉന്തുവണ്ടിക്ക് അരികിലേക്ക് എത്തി. അപ്പോഴേക്കും അയാളും വണ്ടി നിർത്തി. ചീര വാങ്ങി പൈസ എടുക്കാനായി തിരിഞ്ഞപ്പോ അടുത്ത വീട്ടിലെ സ്ത്രീ അവിടേക്ക് വരുന്നത് സീത കണ്ടു. സീത വേഗം പോയി പൈസ എടുത്തു വന്നപ്പോ ആ പച്ചക്കറി വണ്ടിക്കാരനെ അവിടെ കണ്ടില്ല. കുറച്ചകലത്തായി അയാൾ എത്തിയിരുന്നു. നോക്കിയപ്പോ നേരത്തെ അവിടേക്ക് വന്ന സ്ത്രീ ഗേറ്റിന്റെ അടുത്തായി നിൽക്കുന്നത് അവൾ കണ്ടു. അതെ, ആ ആളങ്ങ് പോയി. ഞാൻ പൈസ കൊടുത്തില്ലായിരുന്നു. പൈസ എടുത്തു വന്നപ്പോഴേക്കും കുറച്ച് ലേറ്റായി പോയി. സീത വെപ്രാളത്തോടെ പറഞ്ഞു. അയാളെ കുറച്ച് ധൃതി കാട്ടിയപ്പോ പൈസ ഞാൻ കൊടുത്തു. ആ സ്ത്രീ മനോഹരമായി പുഞ്ചിരിച്ചു. സീത അവളുടെ കൈവശമുണ്ടായിരുന്ന പൈസ അവരുടെ നേർക്ക് നീട്ടിയപ്പോ അവർ അത് സ്വീകരിച്ചു. പുതിയ താമസക്കാരാണല്ലേ? ഇതുവരെയും പരിചയപ്പെടാൻ കഴിഞ്ഞില്ല. സമയം കിട്ടിയില്ല, അതാ. ധ്രുവിയുടെ അമ്മ ഗായത്രി കുറച്ച് ജാളിതയോടെ പറഞ്ഞു. അയ്യോ, അത് സാരമില്ല. ഇപ്പോഴെങ്കിലും പരിചയപ്പെട്ടല്ലോ. ഞാനൊരു നാട്ടിൻപുറത്തുകാരിയാണ്. അവിടുത്തെ പോലെ ഈ സിറ്റിയിൽ വന്ന് എല്ലാരോടും സംസാരിക്കാൻ പോയാ അവർക്കാർക്കും ഇഷ്ടാകില്ലെന്ന് വിശ്വേട്ടനും മോളും പറഞ്ഞു. അതാ പിന്നെ ഞാനും. സത്യം പറഞ്ഞാൽ അവർ വരുന്നതുവരെ ഒരു ശ്വാസം മുട്ടല. ആരും മിണ്ടാനും പറയാനും ഇല്ലാതെ. സീത ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അയ്യോ, ഞാൻ മറന്നു. സാമ്പാർ കുക്കറിലിരിക്കാം. പാവയ്ക്ക വാങ്ങാൻ വന്നതാ, ഇപ്പൊ കരിഞ്ഞു കാണും. അപ്പൊ പിന്നെ കാണാം, ഞാൻ വരുന്നുണ്ടേ. അപ്പൊ വിശദമായി സംസാരിക്കാം. ഗായത്രി പറഞ്ഞുകൊണ്ട് അകത്തേക്ക് ഓടി. ചിരിച്ചുകൊണ്ട് സീത അവരുടെ വീട്ടിലേക്കും. ബെല്ലടിക്കുന്നതിന് മുമ്പേ കുറച്ചു സമയം ബെല്ലടിക്കുന്നതിന് കുറച്ച് സമയം മുന്നേ തന്നെ മിസ്റ്റർ വിശ്വാമിത്രൻ ക്ലാസ്സിൽ പതിവ് പോലെ എത്തി. ഇമ്പോസിഷൻ ചോദിക്കാതെ ഡയറക്റ്റ് അവൻ പഠിപ്പിക്കാൻ തുടങ്ങി. അക്കുവിനും ആദൂനും ഗാദുവിനും മാത്രമല്ല അർജുനും സമാധാനമായി. ആ സമാധാനത്തിന്റെ ആയുസ് നൈമിഷികമാണെന്ന് ആ പാവങ്ങൾ അറിഞ്ഞിരുന്നില്ല. സർ ഇമ്പോസിഷൻ ഉണ്ടായിരുന്നു. ഗാഥ, അക്ഷയ, ആത്മിക. ത്രേയ ആദ്യ ബെഞ്ചിലിരുന്നു കൊണ്ട് വിളിച്ചു കൂവി ഞങ്ങളുടെ മനസമാധാനത്തിന് ആദ്യത്തെ ആണിയടിച്ചു. ഓ യെസ് യെസ്, ഓക്കെ, ഇമ്പോസിഷൻ എടുക്കൂ. ഞാൻ ദാ വരുന്നു. ചെയറിൽ നിന്ന് എഴുന്നേറ്റ് ധ്രുവി അവർക്കരികിലേക്ക് നടന്നു വന്നു. കള്ളത്തരം കാണിച്ചതുകൊണ്ട് തന്നെ 3 പേരും ആലില പോലെ വെറിച്ചു. 3 ഇമ്പോസിഷനും
നൂർത്തു നോക്കിയ ശേഷം ധ്രുവിയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു പോയി. നിങ്ങൾ തനിയാണോ ഇമ്പോസിഷൻ എഴുതിയത്? ധ്രുവിയുടെ ചോദ്യത്തിനൊന്ന് പകച്ചെങ്കിലും കട്ടാൻ നിൽക്കാൻ കട്ടിട്ടുണ്ടെങ്കിൽ നിൽക്കാനും പഠിക്കണം എന്നുള്ള ധൈര്യത്തില് ആദു അതേന്ന് പറഞ്ഞെങ്കിലും അക്കുവും കാതും ഒന്നും മിണ്ടിയില്ല. അർജുനും എല്ലാം അവസാനിച്ചു എന്നുള്ള അവസ്ഥയിലായി. എല്ലാവരെയും ഞെട്ടിപ്പിച്ചുകൊണ്ട് ആ ഇമ്പോസിഷൻ പേപ്പർ മൂന്നും കൂടി സാറ് വലിച്ചു കീറി കാറ്റിൽ പറത്തി. ഇത്രയും ദേഷ്യത്തോടെ ധ്രുവിയെ കുട്ടികളെല്ലാവരും ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതെല്ലാം അത്ഭുതത്തോടെ ആദു നോക്കുമ്പോഴും അക്കുവും ഗാദുവും കുറ്റം ചെയ്തതുപോലെ തല കുമ്പിട്ട് നിന്നതേ ഉള്ളൂ. 3 പേർക്കും കറക്റ്റ് 30 തവണ ലൈൻ പേപ്പറിലും ബാക്കിയൊക്കെ വൈറ്റ് പേപ്പറിലും അതുപോലെ തന്നെ 3 ലൈൻ പേപ്പറിലും യൂസ് ചെയ്തത് സെയിം ബ്രാൻഡ് പെന്ന്. കൈയക്ഷരം മാത്രം ഡിഫറൻറ്റ്, ബാക്കിയൊക്കെ സെയിം. ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണ്? നീയൊക്കെ എന്നെ പൊട്ടനാക്കിയതാണോ? ധ്രുവിയുടെ ശബ്ദം ഉയർന്നു. കുട്ടികൾ മൂന്നും ആലില പോലെ വിറയ്ക്കുകയാണ്. ശരിയാണ്, അർജുൻ യൂസ് ചെയ്തിരിക്കുന്ന പേപ്പറും പേനയും എല്ലാം വ്യത്യസ്തമാണ്. ചിതറിക്കിടക്കുന്ന പേപ്പർ കഷ്ണങ്ങൾ കൂടി കണ്ണോടിച്ചുകൊണ്ട് ആദു അത് ശരിവെച്ചു. ആകെ ഭയന്ന് വിളറി വെളുത്ത് നിൽക്കുവാണ് 3 പേരും. പലരും അവരെ സഹതാപത്തോടെ നോക്കുന്നുണ്ട്. ചിലർ ചിരിക്കുകയും അടക്കം പറയുകയും ചെയ്യുന്നുണ്ട്. എനിക്കവിടെ നിന്ന് എങ്ങോട്ടേക്കെങ്കിലും ഒരു ഭ്രാന്തിയെപ്പോലെ ഇറങ്ങി ഓടിയാൽ മതിയെന്ന് തോന്നിപ്പോയി. അത്രയ്ക്ക് ഞാൻ തകർന്നു പോയിരുന്നു. ധ്രുവി സാർ പിന്നെയും എന്തൊക്കെയോ പറയുകയാണ്. ഞാൻ അക്കുവിനെയും ഗാദുവിനെയും ഒന്ന് നോക്കി. രണ്ടാളും ഭിന്നി പൊട്ടാൻ തയ്യാറായി നിൽക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് പാവം തോന്നി അവരോട്. എനിക്ക് കൂട്ടുവന്നിട്ടാണ്, അല്ലെങ്കിൽ അവർക്കിതൊന്നും കേൾക്കണ്ടായിരുന്നല്ലോ. ആരാ ഇതെഴുതിയത്? അർജുൻ. ആളിനെ മനസ്സിലായതുപോലെയുള്ള സാറിൻ്റെ ആ വിളിയിൽ അർജുൻ അറിയാതെ എഴുന്നേറ്റ് തല കുലുക്കിപ്പോയി. ഇവരല്ല ഇതെഴുതിയതെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഊഹിച്ചു നീ ആകും ഇത് ചെയ്തതെന്ന്. ഇനിയിപ്പം 4 പേരും പേരൻസിനെ കൊണ്ടുവന്നിട്ട് എൻ്റെ ക്ലാസ്സിൽ കയറിയാൽ മതി. ഇന്നത്തെ അറ്റൻഡൻസും അത് ഞാൻ തരില്ല. സാറ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഭാഗ്യത്തിന് ബെൽ മുഴങ്ങി. സാറ് ഞങ്ങളെ ഒന്നുകൂടി നോക്കി ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയി. സാറ് പോയപ്പോൾ കളിയാക്കലുകളുടെ ശബ്ദം ഉയർന്നു. ഫ്രണ്ട് ബെഞ്ചിലെ കുറച്ച് പെൺകുട്ടികളും അവരുടെ സംഘത്തിലുണ്ടായിരുന്ന കുറച്ച് ആൺകുട്ടികളും ഞങ്ങളെ കൂക്കി വിളിക്കാനൊക്കെ തുടങ്ങി. ഒന്ന് നിർത്തടാ നീയൊക്കെ, നിനക്കൊക്കെ കിട്ടിയിട്ടില്ലേ ഇതിലും വലിയ പണിഷ്മെന്റുകൾ? മതി, നിർത്ത്. ബെഞ്ചിൽ ശക്തമായി അടിച്ചുകൊണ്ട് ആശംസ പറയുന്നത് കേൾക്കെ ക്ലാസ് ഒന്നും നിശബ്ദമായി. പിന്നെയും കുറ്റബോധം എന്നെ അലട്ടുകയായിരുന്നു. ഞാൻ കാരണം അക്കുവും ഗാദുവും അർജുനും. ഈ കോളേജിൽ വന്നതിൻ്റെ അന്നു മുതൽ എനിക്ക് തുടങ്ങിയ കഷ്ടകാലമാണ്. അതിപ്പോൾ മറ്റുള്ളവരിലേക്കും പകർന്നിട്ടുണ്ട്. ആദുവിനും വല്ലാത്ത വീർപ്പുമുട്ടൽ തോന്നി. നെക്സ്റ്റ് അവർ മാത്യു സാറാണ്. സാറ് ക്ലാസ്സിൽ കയറിയിട്ടില്ല. പുറത്തേക്കിരുന്നാൽ കുറച്ച് സമാധാനം കിട്ടുമെന്ന് കരുതി ആദു ഭാഗമെടുത്ത് പുറത്തേക്ക് പോയി. ഗാദുവിനെ അക്കുവിനെയും വിളിച്ചില്ല. ഇനി ഇതിന്റെ പേരിൽ ആരെങ്കിലും പാര വെച്ചാൽ അതെനിക്ക് മാത്രം ആകട്ടെ എന്ന് ഞാൻ കരുതി. കോളേജിൽ വലിയൊരു ഗ്രൗണ്ടുണ്ട്. ഫുട്ബോളൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നത് അവിടെയാണ്. ഓഡിയൻസിന് ഇരിക്കാൻ പാകത്തിന് അവിടെ ബെഞ്ചുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആദു കുറച്ചു ദൂരം വിദൂരതയിലേക്ക് കണ്ണുനട്ടവിടെ ഇരുന്നു. എന്തൊക്കെയോ ചിന്തകളിൽ അലയിക്കുകയായിരുന്നു അവളുടെ മനസ്സ്. വല്ലാത്ത കുറ്റബോധം അവളെ അലട്ടിക്കൊണ്ടിരുന്നു. അടുത്ത ആരോ വന്നിരിക്കുന്നതറിഞ്ഞതാണ് അവളുടെ ചിന്തകളിൽ നിന്ന് ഉണർന്നത്. അടുത്തിരിക്കുന്നവരെ കണ്ടപ്പോൾ പിന്നെയും മിഴികളിൽ അത്ഭുതം. അത്ഭുതം പിന്നെ സങ്കടത്തിനും വഴിമാറി. സോറിടാ, ഞാൻ കാരണമല്ലേ എല്ലാം. ഇങ്ങനൊക്കെ ആകുമെന്ന് വിചാരിച്ചില്ല. അടുത്തു വന്നിരുന്ന ഗാദുവിൻ്റെയും അക്കുവിൻ്റെയും കൈകൾ ഒരുപോലെ ചേർത്ത് പിടിച്ച് പറയുമ്പോൾ ആദുവിൻ്റെ കണ്ണുകൾ പെയ്യാൻ തുടങ്ങി. ദേ പെണ്ണെ, നിർത്തിക്കോണം കേട്ടല്ലോ. നീ കാരണം എന്തോന്നാ ഉണ്ടായി? ധ്രുവി സാറിന്റെ സ്വഭാവം അങ്ങനെയാ. മൂക്കത്താ ദേഷ്യം. ആദ്യമായോണ്ട് നിനക്ക് വലിയ കാര്യമായി ഇതൊക്കെ തോന്നുന്നു. ഗാദു പറഞ്ഞു. അതെ, അടുത്ത വർഷം ആകുമ്പോ നിനക്കിതൊക്കെ ശീലാക്കും, ഞങ്ങളെപ്പോലെ. അക്കു അവളെ കളിയാക്കി. എന്നാലും പേരൻസിനെ വിളിക്കണമെന്നൊക്കെ പറഞ്ഞില്ലേ? നിങ്ങളുടെയൊക്കെ വീട്ടിൽ നിന്നും വഴക്ക് കിട്ടുമോ? നിങ്ങളൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഞാൻ കാരണമല്ലേ എല്ലാം. അത് പിന്നെയും പറയുന്നത് കേട്ട് അക്കുവും ഗാദുവും ചിരിക്കാൻ തുടങ്ങി. എന്റെ പൊന്നു പെണ്ണെ, നീ വലിയ ധൈര്യശാലിയാണെന്നാ ഞങ്ങൾ കരുതിയത്. പക്ഷെ ഇതൊരുമാതിരി സീരിയലിലെ നായിക പോലെയാണല്ലോ. ഞങ്ങളുടെ പേരൻസൊക്കെ ഇതൊന്നും അത്ര സീരിയസ് ആയിട്ട് എടുക്കാൻ പോകില്ല.
നാളെ നീ നോക്കിക്കോ. അക്കു അവളെ ചേർത്ത് പിടിച്ചു. നിങ്ങൾക്ക് പ്രശ്നമൊന്നും ഇല്ലാലോ അല്ലേ? പിന്നെയും ആദു സംശയത്തോടെ ചോദിച്ചു. ഇല്ലെന്നേ, നീ ധൈര്യമായിട്ടിരിക്കെ. ഇരുവരും ഒന്നിച്ചു പറഞ്ഞ് അവളെ ചേർത്ത് പിടിച്ചു. ധ്രുവി, തന്റെ റൂമിലേക്ക് പോകാൻ തുടങ്ങിയ ധ്രുവിയെ അമ്മ ഗായത്രി വിളിച്ചു. അവൻ എന്തെന്ന അർത്ഥത്തിൽ അവരെ നോക്കി. മോനെ, നാളെ അച്ഛമ്മ വരുന്നുണ്ട്. അവനോടത്തെ ഒരു കമ്പനി ജോബ് ഇന്റർവ്യൂ ഉണ്ടായിരുന്നല്ലോ, അതിന്റെ ഓഫർ ലെറ്റർ വന്നിട്ടുണ്ട്. താമസിക്കാൻ സ്ഥലമൊന്നും ഓക്കെ ആയില്ല. അവനെ ഇവിടെ നിർത്താവോ എന്ന് പ്രകാശേട്ടൻ ചോദിച്ചു. ഗായത്രി പറഞ്ഞത് കേട്ട് അലസമായി ഒന്ന് മൂളിയവൻ വേഗത്തിൽ സ്റ്റെയർ കയറി. അതേ വിശ്വേട്ട, എന്താ പരിപാടി? രാത്രി പത്രവായനയിൽ മുഴുകിയിരിക്കുന്ന അച്ഛനെ നോക്കി കളിയായി പറഞ്ഞുകൊണ്ട് ആദു അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വന്നിരുന്നു. പകല് മുഴുവനും ഇത് തിന്നിയുന്നത് പോരാഞ്ഞിട്ട് രാത്രിയും കൂടി ഇതിലിപ്പോ ഇത്ര അരിച്ചു പെറുക്കി വായിക്കാൻ മാത്രം കഥകളുണ്ടോ? അച്ഛന്റെ കയ്യിൽ നിന്നും ന്യൂസ് പേപ്പർ പിടിച്ചു വാങ്ങി അവൾ പറഞ്ഞു. അവൾ പറഞ്ഞത് കേട്ട് അദ്ദേഹം ഒന്ന് ചിരിച്ചു. അതിന് അച്ഛന്റെ പൊന്നുമോള് സിനിമാ പേജും ചരമക്കോളത്തിലെ 100 അടിച്ച ആൾക്കാരെയല്ലേ നോക്കൂ. ഈ പത്രവായനയൊക്കെ ഞങ്ങളെപ്പോലെ വിവരമുള്ളവർക്ക് പറഞ്ഞ പണിയാ. കേട്ടോടി കാന്താരി, കളിയായി പറഞ്ഞ് അദ്ദേഹം പിന്നെയും അവളുടെ കൈവശം നിന്ന് ആ ന്യൂസ് പേപ്പർ പിടിച്ചു വാങ്ങി. അച്ഛൻ, എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ന്യൂസ് പേപ്പർ പിന്നെയും തട്ടിപ്പറിച്ച് മുഖം വീർപ്പിച്ചിരിക്കുന്നവളെ കണ്ട് അദ്ദേഹത്തിന് ചിരി വന്നു. അദ്ദേഹം പറയുന്നത് കേട്ടിട്ട് അവൾ സെറ്റിയിലായിരിക്കുന്ന അദ്ദേഹത്തിന്റെ മടിയിൽ തലവെച്ച് കിടന്നു. ആ സമയം സീതയെ അവിടേക്ക് വന്നു. അവർ ഒന്ന് ചിരിച്ചുകൊണ്ട് ഓപ്പോസിറ്റായുള്ള സെറ്റിയിൽ അവരെ നോക്കിയിരുന്നു. ഇതിവിടെ പതിവാണ്. അച്ഛനും മകളും തമ്മിൽ വല്ലാത്ത ആത്മബന്ധമാണ്. ആദു അച്ഛന്റെ വയറ്റിലേക്ക് തലവെച്ച് അദ്ദേഹത്തെ ഇറുക്കി പുണർന്നു. പതിവ് കുസൃതികൾക്ക് വിപരീതമായി അവളുടെ കണ്ണുകൾ നിറയുന്നത് നനവ് പടർന്ന അദ്ദേഹത്തിന്റെ ഷർട്ടിൽ നിന്നും വിശ്വന് മനസ്സിലായി. എന്താണ് കണ്ണ? കർക്കശക്കാരനായ ആ ഓഫീസർക്ക് മകളുടെ കണ്ണുനീർ ഒരു ബലഹീനതയായിരുന്നു. അദ്ദേഹം ആദുവിന്റെ മുഖം ഉയർത്തി ആകുലതയോടെ അവളോട് തിരക്കി. എന്നെ എന്റെ പഴയ കോളേജിലേക്ക് ആക്കാമോ അച്ഛൻ? എനിക്കിവിടെ മടുത്തു. ഞാൻ ഹോസ്റ്റലിൽ നിന്നും പഠിച്ചോളാം. പറയുമ്പോൾ ആദു വിതുമ്പിപ്പോയി. മകളുടെ വേദന നിറഞ്ഞ വാക്കുകൾ കേട്ട് ഇന്ദുവും ആകുലതയോടെ അവരുടെ അടുത്തേക്ക് വന്നിരുന്നു. അന്ന് പലതവണ അവൾ പറഞ്ഞതാണ്, ആ കോളേജിൽ തന്നെ പഠിക്കാം, ഹോസ്റ്റലിൽ നിൽക്കാം, അല്ലെങ്കിൽ അവളുടെ സുഹൃത്തിന്റെ വീട്ടിൽ PG ആയി നിൽക്കാമെന്നൊക്കെ. പക്ഷെ അവളെ പിരിയാൻ വയ്യാത്ത സ്വാർത്ഥത അവളെയും കൊണ്ട് ഇവിടേക്ക് വരുവാൻ പ്രേരിപ്പിക്കുകയായിരുന്നത്. അവളുടെ കരഞ്ഞു ചുവന്ന മുഖം കാണിക്കെ വിശ്വനാഥിന്റെ ഉള്ളം പിടച്ചുപോയി. എന്താടാ കണ്ണ, നിനക്ക് എന്താ പറ്റിയേ? ഇങ്ങനെയൊക്കെ പറയാൻ മാത്രം എന്താ ഉണ്ടായേ? ആദുവിന്റെ കണ്ണുകൾ തുടച്ച് കവിളിണകളിൽ കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് അദ്ദേഹം അരുമയോട് ചോദിച്ചു. നടന്ന വിവരങ്ങൾ മുഴുവനും അവൾ അച്ഛനോടും അമ്മയോടും കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ അവരിൽ കുറച്ച് ആശ്വാസം നിഴലിച്ചു. ഷോ, ഇതിനാണോ അച്ഛയുടെ ചുണക്കുട്ടാൻ കരഞ്ഞു വിളിച്ചത്? എന്റെ കുട്ടി ബ്രേവാണെന്നാണ് ഞാൻ കരുതിയത്. ഇതിപ്പോ നീ നിന്റെ അമ്മ കാണുന്ന സീരിയലിലെ നായികമാരെക്കാൾ കഷ്ടായല്ലോ. നിന്റെ ഫ്രണ്ട്സൊക്കെ നിന്നെ അത്ര ഇഷ്ടായോണ്ടല്ലേ നിന്റെ ഒപ്പം എല്ലാത്തിനും കൂട്ടുനിന്നത്. ഇനിയിപ്പോ നിനക്ക് അവരെ ഉപേക്ഷിച്ച് പഴയ കോളേജിൽ പോകണമെന്നാണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാട്ടോ. അങ്ങനല്ലേ സീത? സീതയോടുകൂടി പറഞ്ഞുകൊണ്ട് അദ്ദേഹം കടക്കണ്ണിട്ട് ആദുവിന്റെ മുഖത്തേക്കൊന്ന് നോക്കി. ആള് വലിയ ചിന്തയിലാണ്. അപ്പോ നാളെ തന്നെ നമുക്ക് TC വാങ്ങാം, അല്ലേ അതുട്ടാ? സീത ചിരി പുറമേ പ്രകടിപ്പിക്കാതെ ഗൗരവത്തോട് അവളോട് ചോദിച്ചു. ആദു ആലോചനയിലാണ്. ഈ കോളേജിൽ വന്നിട്ട് ആദ്യ ദിവസം മുതൽ തന്നെ ചേർത്ത് പിടിച്ച 2 സൗഹൃദങ്ങളാണ് ഗാദു, അക്കു. എല്ലാ പ്രതിസന്ധിയിലും ഒപ്പം ഉണ്ടായിരുന്നവർ. അങ്ങനെയുള്ള സുഹൃത്തുക്കളെ ഉപേക്ഷിക്കാൻ അവളുടെ മനസ്സ് വിസമ്മതിച്ചു. സീത അപ്പോൾ തന്നെ എല്ലാം പറഞ്ഞ പോലെ നാളെ രാവിലെ TC വാങ്ങാൻ റെഡി ആയിക്കോണം എന്നൊക്കെ പറയുന്നുണ്ട്. അച്ഛനും അമ്മയും പറയുന്നത് കേട്ട് അവളുടെ ചുണ്ടുകൾ കോർത്തു. എനിക്കെന്റെ ഗാദുവിനെ അക്കൂനെ ഒന്നും പിരിഞ്ഞു പോകണ്ട. ധ്രുവിസാർ ഒഴികെ എല്ലാം എനിക്ക് ആ കോളേജിൽ ഇഷ്ടാ. ഇനി എന്നെ സഹിക്കാൻ പാടാണെങ്കിൽ സാർ ജോബ് റിസൈൻ ചെയ്ത് പോകട്ടെ. അവൾ ഒരു പുരികുയർത്തി കുറുമ്പോടെ പറഞ്ഞു. അത് കേട്ട് ഇരുവരിലും സമാധാനം നിറഞ്ഞു. അപ്പൊ ഇനി കോളേജ് മാറണ്ടല്ലോ അല്ലേ? എന്തായാലും അച്ഛൻ നാളെ മോളുടെ കോളേജിൽ വരുന്നുണ്ട്. എന്നിട്ട് നിന്റെ കലിപ്പൻ സാറിനെ ഒന്ന് കണ്ട്
പുള്ളിക്ക് രണ്ട് കൊടുക്കുകയും ചെയ്യാം. എന്തേ പോരെ? അവൾ സന്തോഷം കൊണ്ട് അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ആ കവിളിലായി ഒന്ന് അമർത്തി ചുംബിച്ചു. അല്ലേലും ടച്ച പൊളിയല്ലേ? അവൾ സന്തോഷത്തോടെ ഉറക്കെ പറഞ്ഞു. അദ്ദേഹം അവൾക്കൊപ്പം സീതയും ചേർത്ത് പിടിച്ചു. രാവിലെ നിർത്താതെയുള്ള കോളിംഗ് ബെൽ ശബ്ദം കേട്ട് ധ്രുവി കണ്ണുകൾ തുറന്നു. രാത്രിയിൽ കുറച്ച് റെഫറൻസ് നോട്ടുകളൊക്കെ തയ്യാറാക്കി വളരെ വൈകിയാണ് ഉറങ്ങിയത്. ഉറക്കം നഷ്ടപ്പെട്ട ഈർഷ്യയോടെ അവൻ സ്റ്റെപ്പുകൾ ഇറങ്ങി അടുക്കളയിലേക്ക് കണ്ണുകൾ പയച്ചു. അവിടെ ആരെയും കാണാഞ്ഞതുകൊണ്ട് അതേസമയം ചുവരിലെ ക്ലോക്കിലേക്ക് നോക്കി. വെളുപ്പിന് 6 മണിയായിട്ടേ ഉള്ളൂ. ആരാകും ഇത്ര വലിയ ആവശ്യക്കാരൻ? അമ്മ അമ്പലത്തിൽ പോകാനായി മറ്റോ കുളിക്കുമായിരിക്കും. അല്ലെങ്കിൽ തനിക്ക് തുറക്കേണ്ടി വരില്ലായിരുന്നു. ഡോറ് തുറന്നതും കയ്യിലും തോളിലുമൊക്കെ ബാഗുകളുമായി തലയിലൊരു തൊപ്പിയും വെച്ച് വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരുത്തിനെയാണ് ധ്രുവി കണ്ടത്. അശ്വിൻ. ഓ, ഇന്ന് വരുമെന്ന് പറഞ്ഞപ്പോ ഇത്ര രാവിലെ തന്നെ മനുഷ്യന്റെ സമാധാനം കളയാനായിട്ട് ഇവൻ ലാൻഡ് ചെയ്യുമെന്ന് കരുതിയില്ല. അപ്പോഴേക്കും ധ്രുവിയുടെ അമ്മയും കുളിയൊക്കെ കഴിഞ്ഞ് അവിടേക്ക് എത്തി. അപ്പച്ചി. അച്ചു കയ്യിലുണ്ടായിരുന്ന ബാഗ് താഴേക്ക് എറിഞ്ഞുകൊണ്ട് ഗായത്രിയുടെ തോളിലേക്ക് ചാഞ്ഞു. അച്ചുമോനെ, നീ രാവിലെ തന്നെ എത്തുമെന്ന് പ്രതീക്ഷിച്ചില്ല. അവർ സന്തോഷത്തോടെ അവനെ ചേർത്ത് പിടിച്ചു. ധ്രുവി അവനോടൊന്നും ചോദിക്കാതെ ഇരുവരെയും ഒന്ന് നോക്കി തിരികെ റൂമിലേക്ക് പോയി. അത് കണ്ട് ഇരുവരുടെയും മുഖം ഒരുപോലെ വാടി. അവൻ നമ്മുടെ പഴയ ധ്രുവിയല്ല മോനെ. അവൻ എന്നോട് പോലും സംസാരിക്കില്ല. എന്റെ മോൻ ഇനി പഴയ പോലെ ആകില്ലേടാ. അവർ കണ്ണീരൊഴുക്കി ചോദിക്കുന്നത് കേട്ടിട്ട് അവന്റെ ഹൃദയം ഒന്ന് പിടഞ്ഞു. ആകുമല്ലോ. അല്ലെങ്കിൽ അവനെ ഞാൻ എന്റെ പഴയ ധ്രുവി ആക്കിയിരിക്കും. അപ്പച്ചി നോക്കിക്കോ. അതിനല്ലേ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഈ ജോലി വാങ്ങി ഇവിടേക്ക് എത്തിയത്. അവരെ ആശ്വസിപ്പിക്കാനായി പറയുമ്പോഴും അതെങ്ങനെ സംഭവിക്കുമെന്ന് അച്ചുവിനും അറിയില്ലായിരുന്നു. രാത്രിയിൽ എന്തോ വല്ലാത്ത സങ്കടം തോന്നിയതുകൊണ്ടാണ് അച്ഛനോടും അമ്മയോടും ഒക്കെ അങ്ങനെ സംസാരിച്ചത്. ഇപ്പൊ വേണ്ടായിരുന്നെന്ന് തോന്നുന്നു. അവർക്കും വിഷമമായിട്ടുണ്ടാവും. വേഗത്തിൽ റെഡിയായി ഇറങ്ങിയവൾ താഴേക്ക് ചെന്നപ്പോൾ കണ്ടു ഡൈനിങ് റൂമിൽ തന്നെയും കാത്തിരിക്കുന്ന അച്ഛനെയും അമ്മയും. അവരെ നോക്കിയൊന്ന് വിഷയത ശേഷം കാസറോളിൽ നിന്ന് 2 ഇഡലിയും കുറച്ച് സാമ്പാറും ചട്നിയും കൂടി ഒരു പ്ലേറ്റിലേക്കാക്കി വേഗത്തിൽ കഴിച്ചുകൊണ്ട് താനും ഞാനും അച്ഛനും കോളേജിലേക്ക് ഇറങ്ങി. അത് കഴിഞ്ഞ് അച്ഛൻ ഓഫീസിൽ പോണമല്ലോ. മോള് വണ്ടി എടുക്കുന്നില്ലേ? അമ്മ ചോദിക്കുന്ന കേട്ടിട്ടും അച്ഛൻ എന്നെ ഒന്ന് നോക്കി. ഇല്ലമ്മേ, അച്ഛൻ്റെ കൂടെ പോവാ. വൈകിട്ട് ബസ്സിൽ വരാം. സീതയോട് യാത്ര പറഞ്ഞ് അവർ കോളേജിലേക്ക് ഇറങ്ങി. തുടരും. കുറച്ച് കാര്യങ്ങളിൽ ഡൗട്ട് ഉണ്ടല്ലേ? എല്ലാം വേഗം പറയാട്ടോ. സ്നേഹത്തോടെ സ്വന്തം മിത്ര. താങ്ക് യു.